മുകേഷ് വിഷയത്തിൽ സിപിഐഎം സംസ്ഥാന നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി പാർട്ടിയിലെ വനിതാ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ. മുകേഷിന് പ്രതിരോധമൊരുക്കിയ ഇ.പി. ജയരാജന്റെ വാദം ബൃന്ദ കാരാട്ട് തള്ളി. കുറ്റക്കാരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നാണ് സുഭാഷിണി അലിയുടെ പ്രതികരണം. വനിതാ നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയപ്പോൾ ചോദ്യങ്ങളിൽ നിന്നും പ്രകാശ് കാരാട്ട് ഒഴിഞ്ഞുമാറി. ബലാത്സംഗ കേസ് പ്രതികളായ 2 കോൺഗ്രസ് എംഎൽഎമാർ നിയമസഭാ സാമാജികരായി തുടരുന്നുവെന്ന് ന്യായീകരിച്ചായിരുന്നു LDF കൺവീനർ ഇ.പി. ജയരാജൻ മുകേഷിന് പ്രതിരോധം തീർത്തത്. അവർ ചെയ്തതുകൊണ്ട് നമ്മളും എന്ന വാദത്തിലേക്ക് കടക്കരുതെന്നും അത് തെറ്റാണെന്നും ജയരാജനെ തിരുത്തുകയാണ് ബൃന്ദ കാരാട്ട്. പാർട്ടി വെബ്സൈറ്റിലെ ലേഖനത്തിലാണ് ബൃന്ദ കാരാട്ട് നിലപാട് വ്യക്തമാക്കിയത്. തെറ്റ് ചെയ്തവർ ആരായാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് PB അംഗമായ സുഭാഷിണി അലി 24നോട്. And I'm sure that the government will act in a proper way. And it is not only women of other parties, it is women in our party everywhere who are very much angry, who are very much perturbed by what is happening, and certainly there will be no escape for anybody against whom a proper case is registered. വനിതാ നേതാക്കൾ നിലപാട് വ്യക്തമാക്കുമ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. അത് കേരളത്തിലെ നമ്മളിവിടെ പറയുന്നത് ഈ കാര്യം കേരളത്തിൽ ഡിസൈഡ് ചെയ്യും. ലാവ്ലിൻ കേസ് നേരിടുന്ന പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനെതിരെ അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയായിരുന്ന പ്രകാശ് കാരാട്ടിനോട് ചോദ്യമുയർന്നു. MLAയോ MPയോ മന്ത്രിയോ ആയിരുന്നെങ്കിൽ രാജി ആവശ്യപ്പെടുമെന്നായിരുന്നു അന്ന് പ്രകാശ് കാരാട്ടിന്റെ പ്രതികരണം. ഇപ്പോൾ സംസ്ഥാന ഘടകം തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് അതേ പ്രകാശ് കാരാട്ട്. പാർട്ടി നിലപാട് പറയാൻ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അസുഖബാധിതനായി ചികിത്സയിലുമാണ്. 24 ഡൽഹി.